Hi friends, it's in Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വി നെക്ക് ഡിസൈൻ പാറ്റേൺ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നൊരു 1.5 ഇഞ്ച് വിട്ത് കൊടുത്ത് നമുക്ക് ഒരു വി നെക്ക് പാറ്റേൺ ഡ്രോ ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ മാത്രം മതി നമുക്ക് ഈ വർക്ക്. അപ്പോൾ നമ്മുടെ നെക്ക് എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്യുക. നമുക്ക് വർക്ക് ചെയ്യേണ്ട ആ പോർഷൻ വന്നിട്ട് അതായത് ഇത്രയും ഏരിയ, ഈ ഏരിയ ഒരു 1.5 ഇഞ്ചിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റെമ്മും ലീഫും ഒക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ വരച്ചിരിക്കുന്നതുണ്ടോ, നമുക്ക് കറക്റ്റ് ഇതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ബ്രാഞ്ച് പോലെ കണ്ട 5 ലീഫാണ് ഒരെണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 5 ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതാണ്ട് ചെറിയ റൗണ്ട്സ് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊരു ബീഡ് വെച്ച് കൊടുക്കണം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കണം. അതുപോലെ ഈ റൗണ്ട് അതിൻ്റെ നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡ് വരുന്ന ബ്രാഞ്ച് കണ്ടോ, ചെറിയൊരു കർവ് ഷേപ്പിലാണ് വരുന്നത്. സെൻറ്ററിൽ വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ 5 ലീഫ് വരുന്നുണ്ട്. ഈ 2 സൈഡും വരുന്നതിന് ചെറിയൊരു കർവ് വരുന്നുണ്ട്. പിന്നെ 2 എണ്ണം വരുന്നത് വീണ്ടും ഇതുപോലെ ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ വന്നിട്ട് 5 ലീഫ് വരുന്നത്. പിന്നെ മേളിലോട്ട് വരുമ്പോൾ കണ്ടോ ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് എങ്ങനെയെന്ന് കറക്റ്റ് മനസ്സിലാവുമേ. പിന്നെ നമ്മൾ ഈ ഡോട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻസിലൊക്കെ നമുക്ക് ഷുഗർ ബീഡാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഫുള്ളും ഡോട്ട് കൊടുത്തിട്ടില്ല. അത് ഈ പോർഷൻസിലൊക്കെ നമുക്ക് ഷുഗർ ബീഡ് കൊടുക്കേണ്ട പോർഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഏരിയസിലൊക്കെ നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിത് മെറ്റീരിയൽ മാർക്ക് ചെയ്യാം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഇതുപോലുള്ള ഗോൾഡ് കളർ കട്ട് ബീഡ്സ് ആണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഗോൾഡ് ആണ് കേട്ടോ, കട്ട് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ആൻറ്റിക് ഗോൾഡ് ഷുഗർ ബീഡ്സ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ റൗണ്ട് പോർഷനിലൊക്കെ വെക്കാൻ, അതിൻ്റെ മിഡിലിൽ വെക്കാനായിട്ട് നമുക്ക് മെറൂൺ കളർ ചെറിയ പേൾസ് വേണം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. നമ്മൾ കൂടുതലും ബീഡ്സ് കോർക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 12 ആണ്. ഇപ്പം പല ഷോപ്പിലും ഇത് കിട്ടാറുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ സെയിം കളർ സ്വിങ് ത്രെഡ്. അപ്പോൾ ഇതാ നമ്മുടെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാറ്റേണൊക്കെ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ആദ്യം ഒന്ന് മാർക്കർ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ ആ കറക്റ്റ് ആ പാറ്റേൺ നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വർക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവേ. എന്തുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക. എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിവിടെ ഈ സ്റ്റെമ്മ് കട്ട് ബീഡ് കൊടുത്ത് പോവാവേ, ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റെമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഓരോ സ്റ്റെമ്മിൽ 5 ലീഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കട്ട് ബീഡ് വീതം ഒരു ലീഫ് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബ്രാഞ്ച് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രാഞ്ചിൽ 5 ലീഫാണെന്ന് പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ ചെറിയ സർക്കിളില്ലേ, ഇതിൽ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു മെറൂൺ കളറ് പേൾ വെച്ച് കൊടുക്കാം കേട്ടോ. 2 പ്രാവശ്യം ലോക്ക് ഇട്ട് കൊടുക്കാവേ. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 6 7 അല്ലെങ്കിൽ 8 ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം. നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടുതലും വരുന്ന വർക്ക് ഇങ്ങനെതാണ് കേട്ടോ. നമ്മുടെ സ്റ്റെമ്മ്, ലീഫ്, അതിൻ്റെ താഴത്ത് മേളിലായിട്ട് ഓരോ റൗണ്ട് ഫ്ലവർ. പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ഏരിയസിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഷുഗർ ബീഡ് വെക്കുന്നതെന്ന് നോക്കാം. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്ക്. നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ നമ്മൾ ലീഫ് ചെയ്യുക, ഇതുപോലുള്ള ഫ്ലവർ ഈ ഏരിയസിലൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലവർ ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന എല്ലാത്തിലും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് ഫുള്ള് വരുന്നത്. നമ്മുടെ നെക്ക് പാറ്റേൺ ഫുള്ളും ഈ ഒരു മൂന്ന് ടൈപ്പ് വർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. വീനെക്കിൽ ഈ ഒരു പാറ്റേൺ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ്, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ നമുക്കൊരു മെറൂൺ കളർ പേളിൻ്റെ ആവശ്യം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വർക്കാണ്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റാണ് കേട്ടോ. മെറൂൺ ജോർജറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.